ഞാൻ ഈ റഹ്മത്തുള്ള കാസിമിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ ചരട് പൊട്ടിപ്പോയതുപോലെ ഒക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് വലിയ കടുത്ത വിമർശനങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലുമൊക്കെ അദ്ദേഹം അത് വെച്ച് സൂചിപ്പിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇവരെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ സുന്നി വിഭാഗത്തിലെ വളരെ പ്രാകൃത പഴഞ്ചൻ അല്ലെങ്കിൽ ഭയങ്കര പ്രാഥമിക എന്നൊക്കെ പറയുന്ന ചിന്താഗതിക്കപ്പുറത്തേക്ക് വലിയ വിദ്യാഭ്യാസവും വിവേകവും വായനയും യുക്തിയും ബുദ്ധിയും വിസ്ഡവും ഒക്കെയുള്ള വലിയ മഹാന്മാരായ മനുഷ്യർ കടന്നു വരുന്നു എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. അപ്പോഴാണ് ഞാൻ ഈ റഹ്മത്തുള്ള കാസിമിയുടെ ഒരു വീഡിയോ കാണാനിടയായത്. ആ വീഡിയോ ഇതാണ്. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് മുഴുവനും ഇന്നലെ ഉറങ്ങാൻ കഴിയില്ല. അതെൻ്റെ സന്തോഷമാണ്. എനിക്കെന്താ പ്രശ്നം? എന്തുകൊണ്ട്? വിഷുവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അവർ രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ് അടുത്ത വീടുകളിലൊക്കെ പൂത്തിരി കത്തിക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത്. അതിലെന്താ പ്രശ്നം? എൻ്റെ ഒരു രാത്രി പോയതുകൊണ്ട് എന്താ പ്രശ്നം? എന്താ നേരെ വെളുക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ അയൽക്കാരൻ സന്തോഷിക്കണം, അയാളുടെ സന്തോഷം അതാണ്. ഞാൻ നിന്ന് കൊടുക്കണം. എന്റെ രാത്രി 4 പടക്കം പൊട്ടുമ്പോഴത്തേന് എനിക്ക് ബേജാറാണ്. എന്തിനാ ഇതൊന്ന് നിർത്തിയെങ്കിൽ മതിയായിരുന്നു പറയാൻ? എന്തിനാ എനിക്ക് പറയാൻ? എന്തിനാ എന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നത്? നീ എന്റെ വീട്ടിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പുറത്തെ ഇബ്രാഹിംഖാന്റെ പേരിനും അങ്ങനെ തന്നെ, അപ്പുറത്ത് ജമീൽ താത്താന്റെ പേരിനും അങ്ങനെ തന്നെ, അപ്പുറത്ത് ഷാഫിന്റെ പേരിനും അങ്ങനെ തന്നെ. ഒച്ചട്ട് ഒരു രാത്രി നേരം വെളുക്കുന്നത് വരെ ഉണർച്ചുള്ള സമയത്തൊക്കെ തെറ്റിദ്ധരിച്ചല്ലോ. ഇതുവരെ ക്ഷമിക്കുന്നില്ലേ? ഉണ്ടോ ഇല്ലേ? എന്താ എത്ര മനോഹരമായിട്ടാണ് പുള്ളി ആ വിഷയത്തിൽ സംസാരിച്ചത്, പുള്ളി പറഞ്ഞത്. അത് ഞാൻ ഓർത്തുപോയി. ആ സന്ദർഭത്തിലാണ് ഈ ഷബീർ അലി ചെമ്മാട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഈ വിവരദോഷികളായ കാൽക്കാശിന് വിവരമില്ലാത്ത മനുഷ്യൻ്റെ രൂപം പൂണ്ട എന്തോ പ്രവാചകചര്യയാണ് പുള്ളി ചെയ്യുന്നത് എന്ന ഭാവത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാനിതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ പുള്ളിയോടൊപ്പം ഒരു ഫോട്ടോ കണ്ടു, നമ്മുടെ PK ബഷീർ MLA യുടെ. PK ബഷീർ MLA യോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പിതാവും നിങ്ങളുമൊക്കെ തുടരുന്ന ഒരു മനുഷ്യസ്നേഹത്തിൻ്റെയും മനുഷ്യനെ ഉൾക്കൊള്ളുന്നൊരു സമീപനമുണ്ട്. ആ സമീപനമില്ലാത്ത ഇതുപോലുള്ള ജീവികളെ അടുത്ത് നിർത്തി ഫോട്ടോ എടുത്താൽ ഇവനൊക്കെ നാളെ ഈ മതമാണെന്ന പേരിൽ മനോരോഗം മൂത്ത് ചിലപ്പം സിറിയയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലേക്കോ ഒക്കെ പോയി കാണിക്കുന്ന വിഭ്രാന്തികൾക്ക് നിങ്ങളോട് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ടവരേ ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഇത് ഏതിൽ വരുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വിസ്ഡമാണോ ജിന്നാണോ, എന്തായാലും ആ ഗണത്തിൽ വരുന്നതാണ് ഏതായാലും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചാപ്പ കുത്തി വിടുന്നത് നല്ലതാണ്. കഴുത്തിൽ എന്തെങ്കിലും മക്കളോ ആരെങ്കിലും മുൻകൈ എടുത്തൊരു സാധനം. കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ പോയി ഇന്ന് ഫോട്ടോ എടുക്കും മാന്യന്മാരായ ആളുകളുടെ കൂടെ നിന്ന്. അവരൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും. അപ്പം ഞാൻ ഓർത്തത്, ഇവനെപ്പോലുള്ളവനാണ് വലിയ പുരോഗമന ദാർശനിക. എന്നിട്ട് അവൻ്റെ വേറൊരു പോസ്റ്റിൽ ഇതുപോലെ തന്നെ നെജ്മ തബ്ഷീറയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ സഹിക്കാനൊക്കാതെ പറയുക, താത്താച്ചി ഈ താത്ത ഫെമിനിച്ചി ആകാനുള്ള ഓട്ടത്തിലാണ്. മറ്റു മതക്കാരുടെ ആചാരം ആഘോഷിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. മുസ്ലിം ലീഗ് ഇവരെ സൂക്ഷിച്ചാൽ നന്നായിരുന്നു. ഇതാണ് നെജ്മ തബ്ഷീറയുടെ ഫോട്ടോയാണ് ഇതിനകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവൻ നല്ലതാണ്, മതമാണ് എന്ന് വിചാരിച്ച് പറയുന്ന മനോരോഗമാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ റഹ്മത്തുള്ള കാസിമിയൊക്കെ പറഞ്ഞത് എത്ര മനോഹരമായ സന്ദേശമാണ്. അതുകൊണ്ടാണത് പങ്കുവച്ചത്.